ബ്രാൻഡിങ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഗുഡ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷനായിരുന്നു ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചത്. കഴിഞ്ഞ് നമ്മൾ ബ്രാൻഡിങ്ങിലോട്ട് വരികയാണ്. ബ്രാൻഡിങ് എന്താണ് ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിൽ ഒരു ന്യൂ ബേബി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്കൊരു പേരിടും. അത് ചിലപ്പോൾ ഒരു വലിയ ചടങ്ങായിട്ട് നടത്തും. എന്താണ് അതിൻ്റെ മെയിൻ ആവശ്യമെന്ന് പറയുന്നത്? ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി അത് നമ്മൾ റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി മുതൽ ആ കുട്ടി ആ ഒരു പേരിലായിരിക്കും അറിയപ്പെടുക. സോ ദാറ്റ് ഡിഫൈൻസ് ഹിസ് ഓർ ഹെർ ഐഡൻറ്റിറ്റി ഓർ ഇൻഡിവിജ്വാലിറ്റി. സോ അതുപോലെ തന്നെയാണ് ബ്രാൻഡ്സിൻ്റെയും കാര്യം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കാര്യം. ഓക്കെ. അപ്പം ഈച്ച് ഫേം വാണ്ട്സ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം ദെയർ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് അവർക്ക് നിൽക്കാം എന്നുള്ളതാണ്. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന ആൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഈസി ആയിട്ട് മനസ്സിലാവണം ദിസ് ഈസ് ദാറ്റ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് സർട്ടൺ പെക്യുലാരിറ്റീസ് വേണം, അല്ലെങ്കിൽ സർട്ടൺ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നെയിം വേണം. സോ എ ഫേം ഡസ് ഇറ്റ് ബൈ മീൻസ് ഓഫ് ബ്രാൻഡിങ്. ഇത് ഒരു ഫേം ചെയ്യുന്നത് ബ്രാൻഡിങ്ങിലൂടെയാണ്. ബ്രാൻഡിങ് സിംപ്ലി മീൻസ് നെയിമിങ് എ പ്രൊഡക്റ്റ് ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ. ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നെയിം ചെയ്യുക, പേരിടുന്നു. എന്തിനാണ്? ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ. അത് ഈസി ആയിട്ട് തിരിച്ചറിയാനും അതുപോലെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഇറ്റ് മീൻസ് ഗിവിങ് എ നെയിം ടു ദ പ്രൊഡക്റ്റ് ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബിക്കം നോൺ ആൻഡ് ഫെമിലിയർ എമംഗ് പബ്ലിക്. ഒരു പേര് കൊടുക്കുന്നു, അത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഈസി ആയിട്ട് അവർക്ക് അറിയപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ അറിയാമെന്നുള്ളതാണ്. ഫെമിലിയറൈസ് ചെയ്യുക. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഗിവിങ് എ സ്പെസിഫിക് നെയിം ഓർ മാർക്ക് ടു എ പ്രൊഡക്റ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് വൺ സെല്ലർ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സെല്ലർ എത്രത്തോളം ഡിസ്റ്റിങ്ക്റ്റീവ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു പർട്ടിക്കുലർ സൈൻ അല്ലെങ്കിൽ ഒരു മാർക്ക്, അതിലൊരു നെയിമാണ്. ബ്രാൻഡ് ലീവ്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നെയിം കൊടുത്താലും, എത്ര നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൊടുത്താലും, ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡായി മാറുന്നത് കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. സോ ആക്ച്വലി എ ബ്രാൻഡ് ലിവ്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ആളുകളുടെ മനസ്സിലാണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലാണ് ബ്രാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡായി മാറുന്നത് അവരുടെ മൈൻഡിൽ അവരുടെ പെർസെപ്ഷൻ മാറുമ്പോഴാണ്. ടൊയോട്ട കാർസ് ആർ നോൺ ഫോർ ദെയർ quality worldwide. This is the trust the consumers have on this brand. Similarly, there are lots of jewelers in the market, but customer goes to the one that he trusts the most. നമുക്ക് ലോകത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് അതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരിക്കും. അതിലൊന്നാണ് ടൊയോട്ട, അല്ലേ? ഈ ടൊയോട്ട എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന കാറുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫോർഡ് ഉണ്ട്. ഇപ്പം നമ്മുടെ തന്നെ മാരുതി ഉണ്ട്, മാരുതി സുസുക്കി എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകൾക്ക് ഒരു പേര് കൊടുത്തിരിക്കുകയാണ് മാരുതി.
ആ മാരുതി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ തന്നെ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. മാരുതി സുസുക്കി, മാരുതി ഓൾട്ടോ, മാരുതി സുസുക്കി 800, മാരുതി ഓൾട്ടോ വരുന്നുണ്ട്, മാരുതി സെൻ വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ കസ്റ്റമേഴ്സിന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ പർട്ടിക്കുലർ പ്രോഡക്റ്റിനും നെയിം ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ബ്രാൻഡിങ്. ഓക്കെ. സോ പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ബ്രാൻഡായി മാറുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്നൊരു കാര്യമല്ല. ഓവർ ദി ഇയേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എങ്ങനെ ഓരോ കമ്പനിക്കും പറ്റുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ കമ്പനി നെയിം അതല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ നെയിം ബ്രാൻഡ് ആയി മാറിയോ എന്ന് നിശ്ചയിക്കപ്പെടുന്നു. ഓക്കെ. ടേംസ് യൂസ്ഡ് ഇൻ ബ്രാൻഡ് പോളിസി. ഇനി ബ്രാൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ബ്രാൻഡ് പോളിസി നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ ഫേമിനും അല്ലെങ്കിൽ ഓരോ ഫേമിൻ്റെ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനും എന്തുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ബ്രാൻഡ് പോളിസീസ് ഉണ്ടായിരിക്കും. അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേംസ് ആണ്. സോ ബ്രാൻഡ് എന്താണെന്നുള്ള ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അഗൈൻ ഫസ്റ്റ് വൺ ബ്രാൻഡാണ്. ബ്രാൻഡ് ഈസ് എ നെയിം, ടേം, സിമ്പിൾ, മാർക്ക് ഓർ ഡിസൈൻ or a combination of them which is intended to identify goods or services of one seller or a group of sellers എന്നാണ് കൊടുത്തിരിക്കുന്നത്, sellers എന്നാണ്, and to differentiate them from those of competitors. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ കമ്പനീസും ഓരോ പ്രൊഡക്റ്റിനും കൊടുക്കുന്ന നെയിം അല്ലെങ്കിൽ ടേം അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാർക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ, ഇതിനെയാണ് നമ്മളെന്താ പറയുന്നത്, ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡ് ക്യാൻ ബി മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്. ബ്രാൻഡ് ഈക്വൽ ടു ക്വാളിറ്റി പ്ലസ് ഇമേജ് പ്ലസ് പ്രൈസ് ഓർ ബ്രാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഈക്വൽ ടു പ്രൊഡക്റ്റ് പ്ലസ് പേഴ്സണാലിറ്റി. അപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സാണ്. ക്വാളിറ്റി, പ്രൊഡക്റ്റ് ക്വാളിറ്റി, അതുപോലെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇമേജ് എത്രത്തോളമാണ്, ആ ഒരു പർട്ടിക്കുലർ കമ്പനിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇമേജ് എന്താണ്, അതുപോലെ പ്രൈസ് എങ്ങനെയാണ്, ദെൻ പ്രൊഡക്റ്റ് ടോട്ടലി ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സിനുള്ള പെർസെപ്ഷൻ എന്താണ്. സോ ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം ഇസ് ദ പാർട്ട് ഓഫ് എ ബ്രാൻഡ് ദാറ്റ് ക്യാൻ ബി, ബ്രാഞ്ച് എന്നാണ്, ബ്രാൻഡ് എന്ന് ആണ് വായിക്കേണ്ടത് കേട്ടോ, ബ്രാഞ്ച് എന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ബ്രാൻഡ് ദാറ്റ് ക്യാൻ ബി സ്പോക്കൺ ഇൻക്ലൂഡിങ് ലെറ്റേഴ്സ്, വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. സിംപ്ലി ഏതെങ്കിലും ഒരു നെയിമാണ്. ബ്രാൻഡ് ദാറ്റ് ക്യാൻ ബി സ്പോക്കൺ ഇൻക്ലൂഡിങ് ലെറ്റേഴ്സ്, വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. ഒരു ബ്രാൻഡിൻ്റെ ഒരു പർട്ടിക്കുലർ പേര്, അത് ചിലപ്പോൾ എന്തായിരിക്കും, ലെറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ് ആയിരിക്കും. ഓക്കെ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ പ്രൊഡക്റ്റ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം ദി റൈവൽ പ്രൊഡക്ട്സ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഈസിലി ഓരോ പ്രൊഡക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് പ്രൊഡക്റ്റ് നെയിംസ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിംസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ബ്രാൻഡ് മാർക്ക്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ബ്രാൻഡ് വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ സിമ്പിൾ ഓർ ഡിസൈൻ. ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാണ് അത്, ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഡിസൈനായിട്ട് വരിക. ഇതിനാണ് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡ് പോളിസിയുടെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബ്രാൻഡ് നെയിം പറഞ്ഞു, അതാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. സോറി, ഫസ്റ്റ് വൺ ബ്രാൻഡ്, രണ്ടാമത്തെ ബ്രാൻഡ് നെയിം, ദെൻ തേർഡ് വൺ ഇസ് ബ്രാൻഡ് മാർക്ക്. ഓക്കെ. അപ്പം ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ. ഇറ്റ് കുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി ബൈ സൈറ്റ് ബട്ട് കനോട്ട് ബി സ്പോക്കൺ. അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ കണ്ടാൽ അപ്പോൾ സ്ട്രൈക്ക് ചെയ്യും, ഇത് ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഇത് ഇന്ന പ്രൊഡക്റ്റാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അത്രയും ക്യാച്ചി ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് ഒരു സിമ്പിൾ, അത് ആയിരിക്കണം എല്ലായ്പ്പോഴും
ഓരോ കമ്പനീസ് അതത് പ്രൊഡക്റ്റിന് ബ്രാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദ സിമ്പിൾ ഓഫ് മഹാരാജ ഓഫ് എയർ ഇന്ത്യ, വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എയർ ഇന്ത്യയുടെ ബ്രാൻഡ് മാർക്കാണ് ഒരു മഹാരാജ എന്നാണ് ആ സിമ്പിളിനെ വിളിക്കുക. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് അയാൾ തൊഴുത് നിൽക്കുന്നുണ്ടല്ലോ, അതായത് പാസഞ്ചേഴ്സിനെ റിസീവ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളെ മഹാരാജ പോലെ ട്രീറ്റ് ചെയ്യുമെന്നുള്ളതാണ്. സോ ദേ ആർ റെഡി ടു സർവ് യു എന്നുള്ളതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് മാർക്കാണ് എയർ ഇന്ത്യയുടെ. പിന്നെ അതുപോലെ എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാർക്ക് ഉണ്ടായിരിക്കും. കെൽവിനേറ്റർ റെഫ്രിജറേറ്റർ ഹാസ് പെൻഗിൻ ആസ് ഇറ്റ്സ് ബ്രാൻഡ് മാർക്ക്. കെൽവിനേറ്റർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ബ്രാൻഡാണ് കെൽവിനേറ്റർ. അതിന് പെൻഗിനാണ്, അല്ലെങ്കിൽ പെൻഗിൻ്റെ ഒരു പടമാണ്, ഡിസൈനാണ് അതിൻ്റെ ബ്രാൻഡ് മാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡ് നെയിമും ഇതും കൂടി എന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്തിട്ട് ഈ സാധനം കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്യും, ഇത് ഇന്ന ബ്രാൻഡാണ്, ഇന്ന പ്രൊഡക്റ്റാണ്, ഇന്ന ഫേമിൻ്റെ പ്രൊഡക്റ്റാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ട്രേഡ് മാർക്ക് ഈസ് എ ലീഗൽ ടേം. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ നിയമപരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പദമാണ്. പിന്നെ ബ്രാൻഡ് നെയിം ഫോർ എ ബ്രാൻഡ് മാർക്ക് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ലീഗലൈസ്ഡ് ബിക്കംസ് എ ട്രേഡ് മാർക്ക്. നേരത്തെ പറഞ്ഞ ബ്രാൻഡ് മാർക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ട് അത് ലീഗലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയും. സോ ട്രേഡ് മാർക്ക് ഈസ് എ രജിസ്റ്റേർഡ് ബ്രാൻഡ് മാർക്ക്. ദസ് രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആർ trademarks in that sense. All trademarks are brands, but all brands are not trademarks. അപ്പോൾ എല്ലാ ബ്രാൻഡ് മാർക്സും ട്രേഡ് മാർക്സ് അല്ല, പക്ഷേ എല്ലാ ട്രേഡ് മാർക്സും എന്തായിരിക്കും, ബ്രാൻഡ് മാർക്സ് ആയിരിക്കും. ഓക്കെ, രജിസ്റ്റേർഡ് ബ്രാൻഡ് മാർക്സിനാണ് നമ്മൾ ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. സോ എല്ലാ ബ്രാൻഡ് മാർക്സും രജിസ്റ്റർ ചെയ്തോളണമെന്നില്ല. സോ രജിസ്റ്റർ ചെയ്തതിനെ നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയും, അല്ലാത്തതിനെ ബ്രാൻഡ് മാർക്ക് എന്ന് പറയും. സോ അതുകൊണ്ട് എല്ലാ ട്രേഡ് മാർക്സും എന്തായിരിക്കും, ബ്രാൻഡ് മാർക്സ് ആയിരിക്കും. ദെൻ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക് ആൻഡ് കോപ്പിറൈറ്റ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ദി ലാംഗ്വേജ് ഓഫ് ബ്രാൻഡിങ്. അപ്പം ബ്രാൻഡിങ്ങിൻ്റെ ഭാഷ എന്നാണ് നമ്മൾ ഇതിനെല്ലാം കൂടി കളക്റ്റീവ്ലി പറയുന്നത്. ഏതൊക്കെ, ബ്രാൻഡ് നെയിം, ദെൻ ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എ നെയിം, സിമ്പിൾ, ഡിസൈൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ് ത്രീ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പേര്, അതിലെ സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിനാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ബ്രാൻഡാണ്. രജിസ്റ്റേർഡ് ബ്രാൻഡിനാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയാം. ബ്രാൻഡ് ക്യാൻ ബി കോപ്പീഡ്, ട്രേഡ് മാർക്സ് കനോട്ട് ബി കോപ്പീഡ്. ഓക്കെ, ബ്രാൻഡ് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ സിമ്പിൾ അത് കോപ്പി ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ സെൻസ് കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസിനൊന്നും അത് ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ നോട്ട്, അത് ഇല്ലീഗലാണ്. ഇപ്പോൾ ട്രേഡ് മാർക്സ് ആണെങ്കിൽ കനോട്ട് ബി കോപ്പീഡ്, അത് ഒരിക്കലും തന്നെ കോപ്പി ചെയ്യാൻ പാടുള്ളതല്ല. സോ രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആണ് എന്ത്, ട്രേഡ് മാർക്സ്. പിന്നെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്കോപ്പാണ്, ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ വൈഡർ സ്കോപ്പാണ്. ദെൻ ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ് മാർക്സ്, ഓൾ ട്രേഡ് മാർക്സ് ആർ ബ്രാൻഡ്സ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദെൻ ജനറലി എ സിമ്പിൾ ഓഫ് ദി ക്വാളിറ്റീസ് ഓഫ് ദ പ്രോഡക്റ്റ്, ജനറലി എ സിമ്പിൾ ഓഫ് ഇറ്റ്സ് കമ്പനി. സോ ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ സിമ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഒരു പർട്ടിക്കുലർ നെയിം അല്ലെങ്കിൽ സിമ്പിൾ അതല്ലെങ്കിൽ ഒരു നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഇതൊരു ബ്രാൻഡായി മാറണമെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഒരു ഇതിന് പേര് കൊടുത്തിട്ട് കാര്യമില്ല. അത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആ ഒരു പേരിൽ എന്ത് ചെയ്യണം, സക്സസ്ഫുള്ളായി മാറണം. മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമ്മൾ ബ്രാൻഡ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, അത് എന്നിട്ട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങണം. സോ ദാറ്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് സക്സസ്ഫുൾ, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ബ്രാൻഡ്. ഓക്കെ.
സോ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ജനറലി സിമ്പിൾ ഓഫ് ഇറ്റ്സ് കമ്പനി. സോ വെൻ എ ബ്രാൻഡ് ബിക്കംസ് എ ട്രേഡ് മാർക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് ആ കമ്പനിയുടെ ആ ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരൻറ്റ് കമ്പനിയുടെ എന്താണ് സിഗ്നേച്ചറാണ് ട്രേഡ് മാർക്ക്. സോ ദ ട്രേഡ് മാർക്ക് ബിക്കംസ് ദ സിഗ്നേച്ചർ ഓഫ് ദി കമ്പനി എന്നുള്ള. റീസൺസ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ്. എന്തൊക്കെയാണ് ബ്രാൻഡിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? നമുക്ക് ആലോചിച്ചറിയാം. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡിമാൻഡ് ക്രിയേഷൻ ആൻഡ് പുഷിംഗ് അപ്പ് സെയിൽസ്. ഡെഫിനറ്റ്ലി ഡിമാൻഡ് ക്രിയേഷന് വളരെ സഹായിക്കുന്നു, അതുപോലെ സെയിൽസ്. സോ ദാറ്റ് ഡിമാൻഡ് വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബൂസ്റ്റ് അപ്പ് സെയിൽസ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദെൻ ഇറ്റ് മേക്സ് ദ പ്രൊഡക്റ്റ് അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലർ. സോ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് മസ്റ്റ് ബി പോപ്പുലർ. അത് പോപ്പുലർ ആയിരിക്കും, അത് ഓൾസോ അത് അട്രാക്റ്റീവ് ആയിരിക്കും. അട്രാക്റ്റീവ് ആയതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അത് പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ ഈസ് ഹെൽപ്പിംഗ് ഐഡൻറ്റിഫൈങ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ദ ഗുഡ്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഹെൽപ്സ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ്. ഡെഫിനറ്റ്ലി നമ്മുടെ അഡ്വർടൈസ് ചെയ്യാനും അതുപോലെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാതരം ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഇതിനൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ ദ കമ്പനി to go for the advertisements and also for the sales promotion activities. Then ensure uniformity of quality and satisfaction to buyers. So ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡായി മാറുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്. സോ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇനി വരുന്ന സമയങ്ങളിലും ഈ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകാമെന്നുള്ളതാണ്. സോ ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി എപ്പോഴും ആ പർട്ടിക്കുലർ കമ്പനി എൻഷുർ ചെയ്യുന്നുണ്ട്, അത് കസ്റ്റമേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് ഇമ്മെൻസ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദി ബയേഴ്സ്. ദെൻ ഹെൽപ്സ് മാനുഫാക്ചറേഴ്സ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ദെയർ ന്യൂ പ്രൊഡക്ട്സ് ഇൻ ദ മാർക്കറ്റ് സക്സസ്ഫുള്ളി. അപ്പം ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അത് വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുകയാണെങ്കിൽ അതേ ബ്രാൻഡിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെയും പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ബ്രാൻഡ് ഉണ്ട് നമുക്ക്. സോ ആ ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അത് വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കപ്പെടും. കാരണം ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് എല്ലാത്തരം കസ്റ്റമേഴ്സിനും നന്നായിട്ട് അറിയാം. ഓക്കെ, then it helps the seller or manufacturer to earn goodwill or prestige. അത് ഡെഫിനറ്റാണ്. കാരണം ബ്രാൻഡിങ് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് വലിയ രീതിയിലുള്ള ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രസ്റ്റീജ് കിട്ടുമെന്നുള്ളതാണ്. then it develops brand loyalty and consumer preference. so definitely ഒരു ബ്രാൻഡ് കസ്റ്റമേഴ്സ് വലിയ രീതിയിലുള്ള ആക്സെപ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി മോർ ലോയൽ ടുവേർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അവരെന്തായിരിക്കും, കൂടുതൽ ലോയൽറ്റി കാണിക്കും. ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നു. ലോയൽ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമേ കസ്റ്റമേഴ്സ് വാങ്ങുള്ളൂ. സോ ദാറ്റ് വി ക്യാൻ സേ ദം ആസ് ദി ലോയൽ കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ബ്രാൻഡിങ്ങിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇൻ എസെൻഷ്യൽസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ്. ഒരു ബ്രാൻഡ് നല്ലതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അൾട്ടിമേറ്റ്ലി ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതേസമയം തന്നെ ബ്രാൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
The word selected for brand name or design must be simple and easy to pronounce. So the first thing is ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഡിസൈൻ എന്തായിരിക്കും, വളരെ സിമ്പിളായിരിക്കണം. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസൈനൊന്നും കൊണ്ടുവരാൻ പാടില്ല. ബിക്കോസ് ഈസി ആയിട്ട് ഇത് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം, ക്യാച്ചി ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് മെമ്മറബിൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമായിരിക്കണം. അതുപോലെ മെമ്മറൈസ് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പേരോ അല്ലെങ്കിൽ സിമ്പിളോ അല്ലെങ്കിൽ ഡിസൈനൊക്കെ ആയിരിക്കണം. ഓക്കെ, then it must be attractive to the eyes and pleasing to the ears. That's why I said it must be attractive. Then the trade names must provide necessary suggestions about the product's benefits. അപ്പോൾ ബ്രാൻഡ് നെയിംസ് അല്ലെങ്കിൽ ട്രേഡ് നെയിംസ് എന്ത് ചെയ്യണം, പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, ഈസി ആയിട്ട് ആ ഒരു മെസ്സേജ് ഈസി ആയിട്ട് കൺവേ ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ബ്രാൻഡിൻ്റെ പേരോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്ന രീതി തന്നെ അങ്ങനെ ആയിരിക്കണം. എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നു എന്ന് കസ്റ്റമേഴ്സിന്, എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്നീ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പറ്റണം. ആ രീതിയിലായിരിക്കണം എന്തുണ്ട് ബ്രാൻഡ് ചെയ്യേണ്ടത്. ദ നെയിം ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സൂട്ടബിൾ ടു ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റുമായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചേർന്ന് നിൽക്കുന്നൊരു പേരായിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് സജസ്റ്റ് സം പ്രൊഡക്റ്റ് ക്വാളിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നത് ആയിരിക്കണം അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്രാൻഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇല്ലസ്ട്രേറ്റീവ് ആൻഡ് ക്ലിയർലി ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്രം ദി അതർ ബ്രാൻഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബ്രാൻഡിങ് ചെയ്യേണ്ടത്. ക്ലിയർലി ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്രം ദി അതർ ബ്രാൻഡ്സ്. മറ്റുള്ള ബ്രാൻഡ്സിൽ നിന്നും വളരെ ഡിസ്റ്റിങ്ക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ബ്രാൻഡ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം കൊണ്ട്, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു നെയിം അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള യാതൊരു ആക്ടിവിറ്റീസും എന്ത് ചെയ്യരുത്, ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല ബ്രാൻഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നു, ആ ബ്രാൻഡ് നല്ലതാവണമെങ്കിൽ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് വേണമെന്നുള്ളതാണ്. ദെൻ ടൈപ്സ് ഓഫ് ബ്രാൻഡ്. The first one is manufacturer brand. These brands are developed and owned by producers who are usually involved with the distribution, promotion and pricing decisions for the brand. This brand enable the consumers to identify products with their manufacturers at the point of purchase. Yes, manufacturer brand എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആരാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, ഈ പ്രൊഡക്റ്റിൻ്റെ പാരൻറ്റ് കമ്പനി ഏതാണ് എന്ന് ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് മനസ്സിലാവാനായിട്ട് പറ്റണം. സോ ദിസ് ഇസ് മാനുഫാക്ചർ ബ്രാൻഡ്. These brands are developed and owned by producers who are usually involved with the distribution, promotion, pricing decisions for the brand. സോ ഈ ബ്രാൻഡിനുമായി അസോസിയേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഏത് കമ്പനിയാണ്, അല്ലെങ്കിൽ ഇവരുടെ പാരൻറ്റ് കമ്പനി ഏതാണ്, ആരാണിത് മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ ഈ ബ്രാൻഡ് കാണുമ്പോൾ കിട്ടണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ബ്രാൻഡുകളെ നമ്മൾ മാനുഫാക്ചറർ ബ്രാൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുക്കുന്നത് ആപ്പിൾ കമ്പ്യൂട്ടർ. സോ ഒരു മാക്കിൻടോഷ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ദിസ് വാസ് ഫ്രം ആപ്പിൾ, ഇത് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഐഫോൺ നമുക്കറിയാം അതെന്താണ്, ആപ്പിളിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. സോ ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനുഫാക്ചറർ ബ്രാൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡുകളെയാണ് മാനുഫാക്ചറർ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡ്, ഡീലർ ബ്രാൻഡ്. ദീസ് ആർ ബ്രാൻഡ്സ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ ഹോൾസെയിലേഴ്സ് ഓർ റീറ്റെയിലേഴ്സ്. അപ്പം ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഓൺ ചെയ്യുന്ന ബ്രാൻഡുകളെയാണ് നമ്മൾ പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡ് അല്ലെങ്കിൽ ഡീലർ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡീലേഴ്സിൻ്റെ പേരിലായിരിക്കും ആ ബ്രാൻഡ് അറിയപ്പെടുക. ദെൻ ജനറിക് ബ്രാൻഡ്സ്. ദിസ് ബ്രാൻഡ് ഇൻഡിക്കേറ്റ് ഓൺലി ദ പ്രൊഡക്റ്റ് കാറ്റഗറി ആൻഡ് ഡു നോട്ട് ഇൻക്ലൂഡ് ദ കമ്പനി നെയിം ഓർ അതർ ഐഡൻറ്റിറ്റി ടേംസ്. ജനറിക് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്നു, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് നെയിമൊന്നും ഉണ്ടായിരിക്കില്ല, ഇതുപോലെ ഒന്നും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവില്ല.
ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് മാത്രം ഉണ്ടാവുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു പർട്ടിക്കുലർ നെയിമോ അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈനോ ഒന്നും തന്നെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പം അവരുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും തന്നെ അട്രാക്റ്റീവായിട്ടുണ്ടാവില്ല. ഒരു പ്ലെയിൻ ഒരു കവറിൽ ചിലപ്പം പാക്ക് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സൈക്കിളിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഹീറോയുടെ സൈക്കിളുണ്ട്, BSA ഉണ്ട്, അത്തരത്തിലുള്ള സൈക്കിൾ ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷേ വെറുതെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോറൂമിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബ്രാൻഡ് ഒന്നുമില്ല, ജസ്റ്റ് സൈക്കിൾ. അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ നടക്കും, പക്ഷേ പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ ഇതിനാണ് നമ്മൾ ജനറിക് ബ്രാൻഡ് എന്ന് പറയുന്നത്. പ്രൊഡക്ട്സ് ആർ പ്ലെയിൻലി പാക്കേജ്ഡ് ആൻഡ് ദസ് അൺബ്രാൻഡഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാക്കിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു പർട്ടിക്കുലർ കവറിൽ പൊതിഞ്ഞിട്ടുള്ളൊരു സാധനമായിരിക്കും. ഒന്നും തന്നെ അട്രാക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആ പ്രൊഡക്റ്റ് അതിൻ്റെ ഫങ്ഷൻ മാത്രം കൈകാര്യം ചെയ്യും, വേറെ ഒന്നുമില്ല. സോ ജനറിക് ബ്രാൻഡ്. ദെൻ ഫാമിലി ബ്രാൻഡ്. ദിസ് യൂസ് എ സിംഗിൾ ബ്രാൻഡ് നെയിം ഫോർ ദ ഹോൾ ലൈൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ അമൂൽ ഫോർ മിൽക്ക് പ്രൊഡക്ട്സ്. ഇത്തരത്തിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞതാണ് നമ്മൾ അമൂൽ. അതായത് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതിന് എല്ലാത്തിനും എന്തായിരിക്കും, സിംഗിൾ ബ്രാൻഡ് നെയിം ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ഫാമിലി ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അമൂലിൻ്റെ തന്നെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിൽക്കുണ്ട്, മിൽക്ക് പൗഡറുണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഇതിനൊക്കെ എന്താ പറയുക, അമൂൽ തന്നെ പറയാം. സോ അമൂൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതിനാണ് ഫാമിലി ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ബ്രാൻഡ്. ഈച്ച് പ്രോഡക്റ്റ് ഹാസ് എ സ്പെഷ്യൽ ബ്രാൻഡ് നെയിം സച്ച് ആസ് സ്പ്രൈറ്റ്, ഫാൻഡ എക്സെട്ര. ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ പാരൻറ്റ് കമ്പനി തന്നെ ഒരു ബ്രാൻഡായിരിക്കും, പക്ഷേ ആ ബ്രാൻഡിൻ്റെ പേരിലായിരിക്കില്ല ആ പർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി. സോ കോക്ക് എന്ന് പറയുന്ന ഈ കമ്പനി അത് ഒരു വലിയ ബ്രാൻഡാണ്, ഒരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണ് കൊക്കക്കോള എന്ന് പറയുന്നത്. നമുക്കറിയാം സോഫ്റ്റ് ഡ്രിങ്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റാണ് അവർ മാർക്കറ്റിൽ കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ മറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. ഫാൻറ്റ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബ്രാൻഡുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. സോ ഇത് രണ്ടും കൊക്കക്കോളയുടെ തന്നെയാണ്, പക്ഷേ കൊക്കക്കോള എന്ന അതിൽ അവർ ഈ പ്രൊഡക്റ്റിൽ എവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ പാരൻറ്റ് കമ്പനി കൊക്കക്കോള തന്നെയാണ്, അല്ലെങ്കിൽ കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡ് അതിൽ പെടുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി തന്നെയാണ് ഈ സ്പ്രൈറ്റും അതുപോലെ ഫാൻറ്റയും മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം എവിടെ യൂസ് ചെയ്യുന്നില്ല. അവർ വേറെ ബ്രാൻഡ് നെയിമിലാണ്, അല്ലെങ്കിൽ വേറെ നെയിമിലാണ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളത്. ദാറ്റ് ഈസ് ഫാൻറ്റ, അതുപോലെ സ്പ്രൈറ്റ്, ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറയുക. ഓരോ പ്രോഡക്റ്റിനും ഓരോ ബ്രാൻഡ് നെയിം, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ബ്രാൻഡ്. Then licensed branding. Licensed brand is relatively a new trend. It involves licensing of trademarks. In this case, company grants license to approved manufacturers to use its trademark for a mutually agreed fee. റോയൽറ്റി എന്ന് പറയും. അതായത് ഓൾറെഡി ഒരു കമ്പനിക്ക് ഒരു ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കും, വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി ആയിരിക്കും. അപ്പോൾ ആ ഒരു കമ്പനി എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയാണ്, ആ അമേരിക്കൻ കമ്പനി അതിൻ്റെ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്
അത് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി താല്പര്യമുള്ള ഏതെങ്കിലും മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സോ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്തിട്ട് ഈ അമേരിക്കൻ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ട്രേഡ് മാർക്ക് ഇവർക്ക് ഈ ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കും. ഒരു പർട്ടിക്കുലർ ഫീ പേ ചെയ്യണം ആ ഇന്ത്യൻ കമ്പനി. ഓക്കെ, സോ അതിനെ റോയൽറ്റി എന്ന് പറയും. ഓക്കെ, സോ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ബ്രാൻഡ് മാർക്ക് അത് രജിസ്റ്റർ ചെയ്തതാണ്. സോ അതവർക്ക് ആ പേരിൽ ഇന്ത്യൻ കമ്പനിയുടെ പേരിൽ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എന്താണ്, ആ ഇന്ത്യൻ കമ്പനി അമേരിക്കൻ കമ്പനിയുടെ അനുവാദത്തോടു കൂടി തന്നെ ഈ ട്രേഡ് മാർക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, എന്നിട്ട് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ഇതിനാണ് നമ്മൾ ലൈസൻസ്ഡ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ലൈസൻസിങ് ഓഫ് ട്രേഡ് മാർക്സ്. ഇൻ ദിസ് കേസ് കമ്പനി ഗ്രാൻസ് ലൈസൻസ് ടു അപ്രൂവ്ഡ് മാനുഫാക്ചറേഴ്സ് ടു യൂസ് ഇറ്റ്സ് ട്രേഡ് മാർക്ക് ഫോർ എ മ്യൂച്വലി അഗ്രീഡ് ഫീ. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്രാൻഡ്സ് ടു മാനുഫാക്ചറേഴ്സ്. ബ്രാൻഡ്സ് കൊണ്ട് മാനുഫാക്ചറേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് ഡിസ്പ്ലേ പ്രോഗ്രാംസ് ഇൻ ആൻഡ് ക്യാൻ ബി അഡ്വർടൈസ്ഡ് ഈസിലി. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ദ മാർക്കറ്റ്. ദിസ് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ്സ് പ്രൊഡക്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ് ചെയ്യാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. കാരണം ഒരു സക്സസ്ഫുൾ ബ്രാൻഡായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോയൽറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വളരെ ഈസി ആയിട്ട് അവർക്ക് മാർക്കറ്റിൽ അഡ്വർടൈസ് ചെയ്യാം എന്നുള്ളതാണ്. സോ അവർക്ക് ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സെലിബ്രിറ്റീസിനൊക്കെ ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ബ്രാൻഡ് ആസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. സോ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ വലിയ രീതിയിലൊരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ദാറ്റ് അതിൻ്റെ അർത്ഥം എന്താണ്, അവരുടെ മാർക്കറ്റ് ഷെയർ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുന്നു എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഇംപ്രൂവ്സ് ദ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എഫർട്ട്. സോ പ്രൊഡക്റ്റിന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ടും ഈസി ആയിട്ട് പറ്റുന്നുള്ളതാണ്. ഇറ്റ് ക്രിയേറ്റ്സ് ഗുഡ് വിൽ ഫോർ ദി പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റിന് അതുപോലെ തന്നെ ബ്രാൻഡിങ് വലിയ രീതിയിൽ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി. ഒരു പ്രൈസ് എല്ലാ പ്രൊഡക്റ്റിനെയും സംബന്ധിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്, എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഇല്ല. കാരണം കസ്റ്റമേഴ്സ് അവർ ഈ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു, അവരുടെ ഇടയിൽ ഒരു വലിയ രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് നമ്മൾ വലിയ രീതിയിൽ ഒരു ചെറിയ മാർജിൻ പ്രൈസ് കൂട്ടിയാലും വലിയ രീതിയിലുള്ള പ്രശ്നം വരില്ല. കാരണം എന്താണ്, ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാ കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും അവരെന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് തന്നെ വാങ്ങുള്ളൂ. സോ ദാറ്റ് പ്രൈസ് ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് മാർക്കറ്റ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പെൻസ് വലിയ രീതിയിൽ കുറയും. കാരണം ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്വർടൈസിങ്ങും അതുപോലെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെയാണ്. സോ നമ്മൾ ആദ്യമേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ബ്രാൻഡിങ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളതാണ്. സോ ദാറ്റ് നമ്മൾ പിന്നെ വേറെ ഈ ഒരു ഹ്യൂജ് എക്സ്പെൻസ് പിന്നെ നമ്മൾ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പം വലിയ രീതിയിൽ
അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് ഈ ബ്രാൻഡിനെ പറ്റി നല്ല ധാരണ ഉണ്ട്. സോ ദാറ്റ് അവർ അത് വാങ്ങിക്കോളും. ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ്, ഫെസിലിറ്റേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, ക്രിയേറ്റ് ബ്രാൻഡ് ലോയൽറ്റി. സോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സിൻ്റെ എക്സ്പാൻഷൻ, അതുപോലെ ന്യൂ പ്രൊഡക്ട്സ്, ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ തന്നെ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് മാനുഫാക്ചേഴ്സ് അല്ലേ. അപ്പം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തൊരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് അതിൻ്റെ പേരിൽ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനി വളരെ എസ്റ്റാബ്ലിഷ്ഡായി, അവർ ഒരു ബ്രാൻഡായി മാറി. സോ ദാറ്റ് അവരൊരു മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് വാങ്ങും. ബിക്കോസ് ദേ നോ വാട്ട് ദ കമ്പനി ഈസ് ഓൾ അബൌട്ട്, വാട്ട് ദിസ് ബ്രാൻഡ് ഈസ് ഓൾ അബൌട്ട്. ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് എന്താണെന്നുള്ളത് ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ സാംസങ് ആദ്യമായിട്ട് എന്തായിരുന്നു, നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആണ് അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ടി വി, വാഷിംഗ് മെഷീനൊക്കെ, റെഫ്രിജറേറ്ററൊക്കെ. അപ്പം ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ തന്നെയാണ് എന്ത് ചെയ്തത്, അവർ മൊബൈൽ ഫോൺസും കൊണ്ടുവന്നത്. സോ ദാറ്റ് അവർ ഓൾറെഡി ഒരു വലിയ ബ്രാൻഡാണ്, ഒരു ജയൻറ്റ് ഗ്രൂപ്പാണ്. സോ അവരൊരു മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് വാങ്ങാൻ ആളുണ്ടായിരിക്കും. ഇനീഷ്യലി വലിയ രീതിയിലുള്ള പുഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സാംസങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് അവർ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് കസ്റ്റമേഴ്സിന് ഇതിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. ദെൻ അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഏതൊക്കെ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാക്കുന്നതാണ്. ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആർ ബിലീവ്ഡ് ടു ബി ഡെലിവർ ബെറ്റർ ക്വാളിറ്റി. ഇറ്റ് ഈസ് എൻ ഈസി വേ ടു ഐഡൻറ്റിഫൈ പ്രൊഡക്ട്സ്. കൺസ്യൂമേഴ്സിന് ബ്രാൻഡിങ് ഏതൊക്കെ രീതി ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, ബെറ്റർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതിന് അവർക്ക് ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ കൺഫ്യൂഷനില്ല. സോ എന്താണ്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് എന്തായാലും ഈ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി അവർക്ക് ധാരണ ഉണ്ടായിരിക്കും. ദെൻ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ബ്രാൻഡഡ് ഗുഡ്സ് ആർ യൂഷ്വലി സോൾഡ് ഇൻ സീൽഡ് പാക്കേജസ്. ദിസ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഗുഡ്സ് ഫ്രം ഹീറ്റ്, മോയ്സ്ചർ, ഡസ്റ്റ് എക്സെട്ര. സോ ബെറ്റർ, വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. സോ ദാറ്റ് എല്ലാ തരത്തിലുള്ള ക്ലൈമാറ്റിക് വേരിയേഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓരോ പ്രൊഡക്റ്റിനും പറ്റുന്നു എന്നുള്ളതാണ്. സോ അതും എന്താണ്, കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിയെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ഒരു കൺസേൺസ് ഉണ്ടാവില്ല. ദെൻ കൺസ്യൂമേഴ്സ് ക്യാൻ ഗെറ്റ് പ്രൊഡക്ട്സ് ഓഫ് യൂണിഫോം സ്റ്റാൻഡേർഡ് ആൻഡ് ഡിസൈൻ. സോ വളരെ യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഷോപ്പിംഗ്, സോ ദാറ്റ് ഷോപ്പിംഗ് എന്തായിരിക്കും, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് അഷ്യൂർസ് ഫിക്സ്ഡ് പ്രൈസ് ടു കൺസ്യൂമേഴ്സ്. അതിന് അഡ്വാൻറ്റേജസ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഏതൊക്കെ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് റിഡ്യൂസസ് സെല്ലിംഗ് എഫേർട്സ് ഡെഫിനറ്റ്ലി, ബിക്കോസ് ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനൊക്കെ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കസ്റ്റമേഴ്സിനെ വലിയ രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പരിശോധന ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി ദേ നോ വാട്ട് ദിസ് പ്രൊഡക്റ്റ് ഈസ്, വാട്ട് ദിസ് ബ്രാൻഡ് ഈസ്, എന്താണ് ഈ ബ്രാൻഡ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പകുതി എഫേർട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഈ ഒരു ചെയിനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ്. സോ എല്ലാവർക്കും വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അഡ്വർടൈസ് ചെയ്യാനും അതുപോലെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ദർ ഇസ് എ സ്റ്റെബിലിറ്റി ഇൻ ദ പ്രൈസ് ഓഫ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ്. ദിസ് റെഡ്യൂസസ് റിസ്ക് ഇൻ ബിസിനസ്. സോ ദാറ്റ് എന്താണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്. സോ ദാറ്റ് ബിസിനസ്സിൽ യാതൊരു റിസ്ക്കുമില്ല. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വളരെ നന്നായിട്ട് കുറയും. പിന്നെ അതുപോലെ തന്നെ വളരെ ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും
പറ്റുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് ബ്രാൻഡിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബ്രാൻഡിങ് എന്താണെന്നുള്ളത് പറഞ്ഞു, പിന്നെ ബ്രാൻഡ് പോളിസി ഡിസ്കസ് ചെയ്തു, ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് പറഞ്ഞു, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.